ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഒരു അടിപൊളി കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റാർഡ് പൗഡർ എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ ഈ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ ഈ വീഡിയോ കാണണം. എന്നിട്ട് അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയിട്ട് ഡെസേർട്ടൊക്കെ ഇനി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വളരെ വില കൊടുത്തിട്ടാണ് ഈ കസ്റ്റാർഡ് പൗഡർ മേടിക്കുന്നത്. ചിലവ് കുറഞ്ഞിട്ട് അടിപൊളിയായിട്ട് കസ്റ്റാർഡ് പൗഡർ വീട്ടിലുണ്ടാക്കുക എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് ഇവിടെ ഞാൻ എടുത്തത്. അതിന് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് അതേ ഗ്ലാസ്സിന് തന്നെ എല്ലാ ഐറ്റവും അളവ് എടുക്കുക കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് പഞ്ചസാര ഞാൻ ആദ്യം എടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യമായിട്ട് പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനാണ്. മറ്റേ എല്ലാ സാധനത്തിൻ്റെയും കൂടി പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. അതിനായിട്ട് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ അത് പൊടിച്ചെടുക്കുകയാണ്. തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കാനുള്ള അടുത്ത ഐറ്റമാണ് നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരൈറ്റമാണ് പാൽപ്പൊടി. അതും കൂടി അത് നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ പഞ്ചസാര എടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാൽപ്പൊടി. 1/2 ഗ്ലാസ് പഞ്ചസാരയാണെങ്കിൽ 1 ഗ്ലാസ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം നമുക്ക് വീട്ടിലൊക്കെ വീട്ടിലുണ്ടാവും കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് നമ്മൾ പാൽപ്പൊടി എടുത്ത അതേ അളവാണ് കോൺഫ്ലവർ. അപ്പോൾ 1 ഗ്ലാസ് പാൽപ്പൊടി, 1 ഗ്ലാസ് കോൺഫ്ലവർ, 1/2 ഗ്ലാസ് പഞ്ചസാര, ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആദ്യം പൊടിച്ചെടുക്കണം കേട്ടോ, എന്നിട്ടാണ് ഈ 2 പൊടികളും ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലേവർ വേണം, നല്ലൊരു ഫ്ലേവർ വേണമല്ലോ. അതിനായിട്ട് ഒരു 1/2 സ്പൂണ് വാനില എസൻസാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാനിലേൻ്റെ എസൻസ്, വാനില ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ ഫ്ലേവറിൻ്റെ എസൻസ് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്കൊരു യെല്ലോ കളർ, ലൈറ്റായിട്ട് ഈ ഒരു യെല്ലോ കളർ ഉണ്ടാവും കസ്റ്റാർഡ് പൗഡർ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഒരു 3 ഡ്രോപ്പ് ഒരു യെല്ലോ കളറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കളർ സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ കളർ ഉണ്ടായാലേ ആ കസ്റ്റാർഡ് പൗഡറിന് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനും. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കാൻ. അപ്പോൾ കടയിൽ നിന്ന് ഒരുപാട് വിലയൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് വാങ്ങിക്കുന്നത്? ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയിട്ട് നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മാസത്തോളം ഈ കസ്റ്റാർഡ് പൗഡർ കേടുവരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയാലും മതി, കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കാം. എല്ലാ വീട്ടിലും നമുക്കിപ്പോൾ ഡെസേർട്ട് ഉണ്ടാക്കാത്ത വീടുണ്ടാവില്ലേ, അപ്പോൾ എല്ലാ വീട്ടിലും ഈ കസ്റ്റാർഡ് പൗഡർ ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐഡിയയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ഇതിന് തൊട്ട് മുന്നത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വോയിസിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് വോയിസ് ഡബിളായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഡബിളായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. അത് ഞാനൊന്ന് പറയാനാണ്, അത് ആദ്യം തന്നെ പറയണമെന്ന് വെച്ചാൽ പിന്നെ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഇട്ടതാണ് ഇത് പറയാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കസ്റ്റാർഡ് പൗഡറും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കസ്റ്റാർഡ് പൗഡർ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത കസ്റ്റാർഡിൻ്റെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ തന്നെ ഉപയോഗിച്ചുണ്ടാക്കുക. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഈ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അതുവരേക്കും ബായ്.